എല്ലാവർക്കും ദേവ് എക്സൽ ബ്ലോഗിലേക്ക് സ്വാഗതം. ഞാൻ സുനിൽ. ഇതെൻ്റെ ഒരു പുതിയൊരു ചാനലാണ്. എക്സലിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ചാനലിൽ ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. എക്സലിലെ ഫങ്ഷൻസിനെ കുറിച്ചിട്ട് വിശദമായി ഈ ചാനലിൽ ഇടുന്നതായിരിക്കും. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോകൾ പരമാവധി മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഒന്ന് അധികം താമസിയാതെ വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് എക്സലിലെ ഫങ്ഷൻസായ ഇഫിനെ കുറിച്ചിട്ടാണ്. ഇഫിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ ടുഡേ ഫങ്ഷൻ എന്ന് പറയുന്നത് ഇന്നത്തെ ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫങ്ഷൻസാണ്, കറണ്ട് ഡേറ്റ്. നമുക്ക് ഫസ്റ്റ് ഇഫിനെ കുറിച്ചിട്ട് നോക്കാം. അപ്പോൾ ഇഫിൻ്റെ ഉപയോഗത്തിൽ ഫസ്റ്റ് ഒരു എക്സാമ്പിളാണ് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് സീരിയൽ നമ്പർ വരുന്നത്. നമ്മൾ ഈ കോളത്തിൽ എന്തെങ്കിലും B2 എന്ന് പറയുന്ന സെല്ലിൽ നമ്മൾ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട മുന്നേ ഉള്ള A2 എന്ന് പറയുന്ന സെല്ലിൽ അതിൻ്റെ സീരിയൽ നമ്പർ A2ൽ A3, A4, A5 ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള സെല്ലുകളിൽ അതിൻ്റെ സീരിയൽ നമ്പറുകൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇത് നമ്മൾ ഇഫ് എന്ന ഫങ്ഷൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ സജീവ് എന്നടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ സീരിയൽ നമ്പർ 1 വന്നു. അടുത്തത് നമ്മൾ രാജൻ എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 2 വന്നു. അടുത്തത് നമ്മൾ വേറെ ഏതെങ്കിലും പേരുകൾ ഇപ്പോൾ ബാബു ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അടുത്ത സീരിയൽ നമ്പർ 3 വരും. ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഈ ഇക്വേഷൻ കൊടുത്തിട്ടുള്ളിടത്തൊക്കെ ഇഫ് ഫങ്ഷൻ കൊടുത്തിട്ടുള്ളിടത്തൊക്കെ ആ സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഇതെങ്ങനെ വരണമെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ ഇഫ് ഫങ്ഷൻ വെച്ചിട്ട്. ഇത് നമുക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കി നോക്കാം. ഒരു എക്സാമ്പിൾ, ഇതെല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ഡിലീറ്റ് ചെയ്തു. നമുക്ക് ഈ കോളത്തിൽ ഈ സെല്ലിൽ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തൊട്ട മുന്നിലുള്ള സെല്ലായിട്ടുള്ള A2 എന്ന് പറയുന്ന സെല്ലിൽ നമുക്കതിൻ്റെ സീരിയൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് വരണം. ഓക്കെ, അതുപോലെ തന്നെ ഈ കോളത്തിൽ എന്തടിച്ചാലും ഈ കോളത്തിൽ B എന്ന് പറയുന്ന കോളത്തിൽ ഇപ്പം നമ്മൾ ഈ ലാസ്റ്റ് വരെ B10 വരെ നമ്മൾ എന്തടിച്ചാലും നമുക്ക് അതിൻ്റെ തൊട്ട മുന്നിലത്തെ A എന്ന് പറയുന്ന കോളത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഓരോ റോയിലും അതിൻ്റെ സീരിയൽ നമ്പർ വരണം. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിപ്പോൾ നമ്മൾ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷൻ വെച്ചിട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഇഫ് എന്ന് പറയുന്ന ഏത് കണ്ടീഷൻ വയ്ക്കുകയാണെങ്കിലും ഏത് ഫംഗ്ഷൻ വയ്ക്കുകയാണെങ്കിലും അതിൻ്റെ തൊട്ട മുന്നേ നമ്മൾ = അടിച്ചതിന് ശേഷമാണ് ഫംഗ്ഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എക്സാമ്പിൾ നമ്മൾ ഇഫ് സ്റ്റാർട്ട് ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. ഇതിൻ്റെ ലോജിക്കൽ ടെസ്റ്റ് നമുക്ക് എന്താണ് വേണ്ടത്, ഏത് കണ്ടീഷനാണ് നമുക്ക് വേണ്ടത്. നമുക്ക് കണ്ടീഷൻ വേണ്ടത് എന്താ വെച്ചെങ്കിൽ ഈ സെല്ലിൽ ആ സെല്ല് സെലക്ട് ചെയ്ത് കൊടുത്തു. ഈ സെല്ലിലെ എന്തെങ്കിലും വാല്യൂ എന്തെങ്കിലും ഡാറ്റാസ് ഉണ്ടെങ്കിൽ ഉടനടി തന്നെ തൊട്ട മുന്നിലത്തെ A എന്ന് പറയുന്ന കോളത്തിൽ നമുക്ക് 1 എന്ന് പറയുന്ന നമ്പർ വരണം, അടുത്ത് 2 എന്ന് പറയുന്ന നമ്പർ വേണം. അതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ സെല്ല് ബ്ലാങ്ക് ആണെങ്കിൽ ഒന്നും വേണ്ട. അപ്പോൾ B2 എന്ന് പറയുന്ന സെല്ല് = ബ്ലാങ്കിന് നമ്മൾ ഡബിൾ കോട്ടാണ് കൊടുക്കുക. ഡബിൾ കോട്ടിൻ്റെ ഉള്ളിലാണ് 2 ഡബിൾ കോട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, കോമറ്റ് കൊടുത്തിട്ട് ഈ സെല്ല് B2 എന്ന് പറയുന്ന സെല്ല് ഒന്നുമില്ലെങ്കിൽ നമുക്ക് A2 എന്ന് പറയുന്ന സെല്ലും ബ്ലാങ്കായിട്ട് കിടന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതും ബ്ലാങ്കായിട്ട് കിടക്കുക. അല്ലെങ്കിൽ B2 എന്ന് പറയുന്ന സെല്ലിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ എന്ത് വരണം, 1 എന്ന് വരണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. എന്നതിന് ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. ഇനി അടുത്തതിലും കൂടി നമുക്ക് എന്ത് വരണം, അടുത്തതിൽ ഒരു കണ്ടീഷൻ വെച്ച് കൊടുക്കണം. അതായത് A2 എന്ന് പറയുന്ന B2 എന്ന് പറയുന്ന സെല്ലിൽ ഡാറ്റ വന്നപ്പോൾ A2ൽ എന്ത് വന്നു, 1 വന്നു. ഇനി അടുത്ത് B3യിൽ ഡാറ്റ വന്നു കഴിഞ്ഞാൽ A3യിൽ നമുക്ക് എന്ത് വരണം,
2 എന്ന സീരിയൽ നമ്പർ വരണം. അതിന് വീണ്ടും ഒരു കണ്ടീഷൻ കൊണ്ട് വെച്ച് കൊടുക്കാം. സീക്വൽ ടു ഇഫ് എൻ ഒന്നും കൂടി പറയാം. ഇഫ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. നമ്മൾ B2 എന്ന് പറയുന്ന സെല്ലിൽ ഡാറ്റാസ് ഉണ്ടെങ്കിൽ B2 എന്ന് പറയുന്ന സെല്ല് ഈസ് ഈക്വൽ ടു ബ്ലാങ്ക് ആണെങ്കിൽ നമ്മുടെ A3 എന്ന് പറയുന്ന സെല്ലും B3 എന്ന് പറയുന്ന സെല്ലിൽ ഡാറ്റ ഇല്ലെങ്കിൽ A3 എന്ന് പറയുന്ന സെല്ലും ഡാറ്റ വേണ്ട, ഒന്നും വേണ്ട, ബ്ലാങ്ക് ആയാൽ മതി. അപ്പോൾ നമ്മൾ ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തു, വീണ്ടും കോമ. ഇനി B3 എന്ന് പറയുന്ന സെല്ലിൽ ഡാറ്റ വന്നാൽ നമുക്കിവിടെ എന്ത് വരണം? 2 വരണം. 2 വരണമെങ്കിൽ A2ൽ ഓൾറെഡി 1 ഉണ്ട്. അപ്പോൾ A2 + 1 എന്ന് കൊടുത്താൽ മതി. A2 സെലക്ട് ചെയ്യുക, എന്നിട്ട് +1 എന്ന് പറയുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ A3യുടെ അവിടെ വെച്ചതിന് ശേഷം ഇവിടെ വയ്ക്കുമ്പോൾ ഒരു പ്ലസ് സൈൻ വരും. അത് ഇങ്ങോട്ട് താഴേക്ക് സെലക്ട് ചെയ്ത് വലിക്കുക. വലിച്ചു കഴിഞ്ഞാൽ ഇവിടേക്കൊക്കെ സെലക്ഷൻ കൊടുത്തു. അപ്പോൾ ഇവിടേക്കൊക്കെ സെലക്ഷനായി. ഇനി നമ്മൾ A2ൽ B2ൽ എന്തെങ്കിലും ഡാറ്റാസ് അടിക്കുകയാണ്. ഇപ്പോൾ മാംഗോ എന്ന് അടിച്ചു. മാംഗോ എന്ന് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ 1 വന്നു. അടുത്ത് ഓറഞ്ച് എന്ന് അടിച്ചു. ഓറഞ്ച് എന്ന് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കവിടെ 2 എന്ന് വരും. ഓക്കെ, 2. അടുത്തത് ഗ്രേപ്പ് അടിച്ചു. അപ്പോൾ അവിടെ 3 എന്ന് വന്നു. കണ്ടോ, ഓട്ടോമാറ്റിക്കായിട്ട്. ഇനി നമ്മൾ ഇപ്പോൾ സെലക്ഷൻ കൊടുത്തിട്ടുള്ളത് വരെ നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളത് A10 വരെയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുവരെ നമുക്ക് സീരിയൽ നമ്പർ വരണം. അതായത് B10 വരെയുള്ള ആ സെല്ലുകളിൽ എന്തടിച്ചാലും A10 വരെ സീരിയൽ നമ്പർ 1 2 3 4 വെച്ചിട്ട് വരണം. അതാണ് നമ്മൾ പറഞ്ഞു കൊടുത്തത്. ഓക്കെ, അടുത്ത് അതുപോലെ തന്നെ എല്ലാത്തിലും വരും. ഓക്കെ, ആപ്പിൾ അടിക്കുന്നു, 4 വന്നു. അടുത്തത് വീണ്ടും നമ്മൾ മാംഗോ അടിക്കുന്നു, വീണ്ടും അവിടെ അടുത്ത് 5 എന്ന് വരും. ഇങ്ങനെ തുടർന്ന് വന്നുകൊണ്ടിരിക്കും. ഇതാണ് നമ്മൾ സിംഗിൾ ഇഫ് വെച്ചിട്ടുള്ള കണ്ടീഷനാണ് ഇവിടെ കൊടുത്തത്. ഇതുപോലെ നമുക്ക് എന്തും ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ സെല്ലിൽ നമുക്ക് എന്ത് പറയാം, ഇതേപോലെ തന്നെ ഈ സെല്ലിൽ നമുക്ക് ഓക്കെ എന്ന് വേണം. ഇവിടെ ബി എന്ന് പറയുന്ന കോളത്തിൽ എന്തടിച്ചാലും ഇപ്പുറത്ത് സീരിയൽ നമ്പർ വരണം, ഇപ്പുറത്ത് ഓക്കെ അല്ലെങ്കിൽ റിമാർക്ക് എന്ന് കൊടുത്തു. റിമാർക്ക് നമ്മൾ ഇവിടെ നമുക്ക് ഓക്കെ എന്ന് വരണം. ഏത് മാംഗോ എന്ന് പറയുന്ന സെല്ലിൽ എന്തെങ്കിലും ബി എന്ന് പറയുന്ന കോളത്തിൽ എന്തെങ്കിലും ഡാറ്റ ഉണ്ടെങ്കിൽ ഉടനടി ഇപ്പുറത്ത് ഓക്കെ എന്ന് വരണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു കണ്ടീഷൻ അതന്നെ സെയിം നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ സീക്വൽ ടു വെച്ചിട്ട് നമ്മൾ കൊടുത്തു. സീക്വൽ ടു ഇഫ് ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ ഇത് എന്താണ്, സീക്വൽ ടു ബ്ലാങ്ക് ആണെങ്കിൽ നേരത്തെ പോലെ തന്നെ ബ്ലാങ്ക് ആണെങ്കിൽ ഇതും ബ്ലാങ്ക് മതി. ഓക്കെ, കോമയിട്ട് കൊടുക്കുക. അടുത്തത് നമുക്ക് ഇതിൽ ഡാറ്റാസ് ഉണ്ടെങ്കിൽ നമുക്കിവിടെ എന്ത് വരണം, അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കണം. എന്ത്, ഓക്കെ എന്ന് വരണം അവിടെ ഡാറ്റാസ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്യുക, ഇതിന് ശേഷം ബ്രാക്കറ്റ് കൊടുക്കുക. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഈ ഡാറ്റാസൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഇതിലെല്ലാറ്റിലും വരും. ഓക്കെ, ഇതിൻ്റെ സെലക്ഷൻ കൂടെ താഴേക്ക് കൊടുക്കുക. പ്ലസ് സൈൻ വന്നു, ഇതുവരെ ഇനി ഓക്കെ എന്ന് വരും. കണ്ടോ, നമ്മളിതൊക്കെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിപ്പോവും. ഓക്കെ എന്നുള്ളതും പോവും, ഇപ്പോഴത്തെ സീരിയൽ നമ്പർ പോവും. കണ്ടോ, ഇങ്ങനെ നമുക്ക് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഈ ഇഫ് എന്ന് പറയുന്ന ഫങ്ഷൻസിനെ നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലായോ? എന്തിനു വേണമെങ്കിലും എന്ത് സാഹചര്യത്തിൽ വേണമെങ്കിലും നമ്മുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് ഉപയോഗിക്കാം. ഇനി ഒരു ഇഫിൻ്റെ ഉള്ളിൽ തന്നെ ഒന്നിലധികം ഇഫുകൾ വെച്ചിട്ട് നമുക്ക് ചെയ്യിക്കാൻ പറ്റും. അതിനെ നെസ്റ്റഡ് ഇഫ് എന്ന് പറയുക. നെസ്റ്റഡ് ഇഫ്. ഓക്കെ, അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ഇതിൽ കുറച്ച് മാർക്കുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്, അതൊക്കെ ഡിലീറ്റ് ചെയ്യണം. ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമ്മളിത് പറഞ്ഞ പോലെ തന്നെ ഇതിൽ 90 മേലെ മാർക്ക് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഗ്രേഡ് എന്നുള്ള കോളത്തിൽ നമുക്കെന്ത് വരണം, ഗ്രേഡ് എന്നുള്ള
ആ കോളത്തിൽ നമുക്ക് 90 മീതെ ആണെങ്കിൽ എ ഗ്രേഡും 80 മുകളിലാണെങ്കിൽ ബി ഗ്രേഡും അതുപോലെ തന്നെ 70 മുകളിലാണെങ്കിൽ സി ഗ്രേഡ് പിന്നെ ഡി ഗ്രേഡ് അങ്ങനെ വരും. നോക്കാം അത് ഇവിടെ വരുന്നുണ്ടോ എന്ന് നോക്കാം. അതിന് ശേഷം നമുക്ക് കണ്ടീഷൻ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരാൾക്ക് 95 മാർക്ക് കിട്ടി. ഒരടി വന്നു ഗ്രേഡ് എ. അടുത്ത ആൾക്ക് 55 കിട്ടി, ഗ്രേഡ് ഇ വന്നു ഓട്ടോമാറ്റിക്കായിട്ട്. അടുത്ത ആൾക്ക് 70 കിട്ടിയപ്പോൾ ഗ്രേഡ് സി. അടുത്ത ആൾക്ക് 85 കിട്ടി. കണ്ട ഓട്ടോമാറ്റിക്കായിട്ട് എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് അങ്ങനെ ഓരോ ഗ്രേഡുകൾ വരുന്നു. ആ മാർക്കിൻ്റെ ഇത് നമ്മൾ ഇഫ് കണ്ടീഷൻ വെച്ചിട്ട് ഈ നെസ്റ്റഡ് ഇഫ് വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ട ഇവിടെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഇക്വേഷൻ ഫോർമുല ബാറിൽ വരുന്നതാണ്. കണ്ട ഇതാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് ഒരു പ്രാവശ്യം ചെയ്ത് നോക്കാം. ഓക്കെ, ഞാനിതെല്ലാം ഡിലീറ്റ് ചെയ്യാണ്. ഇതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് കണ്ടീഷൻ വേണ്ടത്? ഇഫ് ഫസ്റ്റ് ഇഫ് വെച്ച് കൊടുത്തു. ഇഫ് ഈ കോളം ഈ സെല്ലിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 90 ആണെങ്കിൽ, എന്ത് വേണം? നമുക്ക് എ ഗ്രേഡ് വേണം. നമ്മൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുത്തു എന്ത് ഗ്രേഡ്, ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഗ്രേഡ് എ എന്ന് കൊടുത്തു. ക്യാപ്സായിട്ട് അടിക്കാം, ഗ്രേഡ് സ്പേസ് കൊടുത്ത് എ, ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു. ഇനി കോമ ഇട്ട് കൊടുക്കണം. കഴിഞ്ഞു. അടുത്ത കണ്ടീഷൻ എന്താ നമ്മളോട് പറയുന്നു? ഇപ്പം നമ്മൾ ഒറ്റ ഇഫ് വെച്ചെങ്കിൽ നമുക്ക് അടുത്തൊരു കണ്ടീഷൻ എ എന്ന് പറയുന്നത് മാത്രം നമുക്ക് വേണ്ടോ എങ്കിൽ അടുത്തൊരു വാല്യൂ ലോജിക്കൽ ടെസ്റ്റ് ഫോൾസ് ആവുകയാണെങ്കിൽ നമുക്കിവിടെ ബ്ലാങ്ക് ഇട്ട് കൊടുക്കാം. ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഡബിൾ കോട്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരൊറ്റ ഇഫ് വെച്ചിട്ടുള്ള ഫംഗ്ഷൻ കഴിഞ്ഞു. അതല്ല നമ്മൾ ചെയ്യുന്നത്. വാല്യൂ ഫോൾസ് ആവുകയാണെങ്കിൽ, അതായത് ഇത് 90 മേലെ അല്ല അതിൻ്റെ താഴെയാണെങ്കിൽ നമുക്ക് എന്ത് വരണം? അടുത്ത കണ്ടീഷൻ കൊടുത്തു. എന്താണ് വേണ്ടത്? ഇഫ് വീണ്ടും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ഈ സെല്ല് വീണ്ടും പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 80 ആണെങ്കിൽ നമുക്ക് എന്ത് വേണം? വീണ്ടും ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ ഗ്രേഡ് ബി എന്ന് പറഞ്ഞു കൊടുത്തു. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തു, കോമ കൊടുത്തു. അടുത്ത് ചോദിക്കുകയാണ് ഇത് മതി വെച്ചെങ്കിൽ നമ്മളടുത്ത് ക്ലോസ് ചെയ്തിട്ട് നമുക്കത് അവസാനിപ്പിക്കാം. അല്ല, വീണ്ടും വേണം. നമുക്ക് എന്താണ് അടുത്തത് 80 കഴിഞ്ഞിട്ടുള്ളൂ. ഇനി നമുക്ക് 70 വേണം. 70 ആകുമ്പോൾ സി വരണം. ഓക്കെ, അടുത്ത ഇഫ് വെച്ച് കൊടുത്തു. അടുത്ത ഇഫിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുകയാണ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് വീണ്ടും പറയുകയാണ് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 70 ആണെങ്കിൽ എന്ത് വരണം? വീണ്ടും ഡബിൾ കോട്ട്സ് ഇട്ടു. ഗ്രേഡ് സി വേണം. ഡബിൾ കോട്ട് നമ്മൾ ക്ലോസ് ചെയ്തു, കോമ ഇട്ട് കൊടുത്തു. വീണ്ടും വേണം നമുക്ക് 70. 60 മുകളിലാണെങ്കിൽ ഡി വരണം. അപ്പോൾ വീണ്ടും പറഞ്ഞു കൊടുക്കുകയാണ് വീണ്ടും ഇഫ് കൊടുത്തിട്ട് നമ്മൾ പറയുകയാണ് ഈ സെല്ല് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു എത്രയാണെങ്കിൽ 60 മുകളിലാണെങ്കിൽ എന്ത് വരണം? ഗ്രേഡ് ഡി എന്ന് വരണം. ഗ്രേഡ് ഡി, അത് ഡബിൾ കോട്ട്സിൻ്റെ ഉള്ളിൽ കൊടുക്കുക. ഗ്രേഡ് ഡി എന്ന് വരണം. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒരു ഇ എന്ന് പറയുന്ന ഇതുകൊണ്ട് വേണം. 50 മുകളിലോ ആണെങ്കിൽ ഗ്രേഡ് ഇ ആണ്. ഓക്കെ, അപ്പോൾ ഒരു ഇഫും കൂടി കൊടുത്ത് നമ്മൾ വീണ്ടും പറഞ്ഞു ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈസ് ഈക്വൽ ടു 50 മുകളിലാണെങ്കിൽ കോമട്ട് കൊടുത്തു. കോട്ട്സിൽ പറഞ്ഞു ഗ്രേഡ് ഇ, കോട്ട്സ് ക്ലോസ് ചെയ്തു, കഴിഞ്ഞു.
ക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, ബ്രാക്കറ്റ് എത്ര ബ്രാക്കറ്റ് ഇവിടെ ഉണ്ടോ അത്രയും ബ്രാക്കറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. എത്ര ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന വെച്ചാൽ അത്രയും ബ്രാക്കറ്റ് നമ്മളിവിടെ എന്ത് ചെയ്യണം, ക്ലോസ് ചെയ്യണം. അപ്പോൾ 1 2 3 4 5 ബ്രാക്കറ്റ് തുറന്നുണ്ട്. അപ്പോൾ 5 ബ്രാക്കറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്യണം. 1 2 3 4 5 ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. എൻ്റർ അടിച്ചു. കണ്ട, ഫോൾസ്. ഫോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വാല്യൂ ഇല്ലാത്തത് കൊണ്ടാണ് ഇത് ഫോൾസ് ആയത്. ഇതിങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാല്യൂ ഫോൾസ് ആവുകയാണെങ്കിൽ എന്താണ്, നമുക്കൊരു കോമട്ട് കൊടുത്തിട്ട് ബ്ലാങ്ക് എന്നിടാം. ഓക്കെ, അപ്പോൾ അത് വാല്യൂ ഫോൾസ് ആവുകയാണെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വരും. കണ്ടോ, ഇപ്പോൾ അവിടെ വാല്യൂ ഫോൾസ് ആണ്. അതായത് ഈ എന്ന് പറയുന്ന കോളത്തിൽ നമ്മുടെ ടോട്ടൽ മാർക്കിൻ്റെ ചോട്ടിൽ ഒന്നുമില്ല, അടിയിൽ മാർക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവിടെ ബ്ലാങ്ക് ആയി. ഇനി നമുക്ക് ഇതൊന്ന് അടിയിലേക്ക് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, പ്ലസ് സൈൻ വരുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലായിടത്തേക്ക് ആയി. ഓക്കെ, ഇനി നമുക്ക് നോക്കി വെക്കാം. 90 മാർക്ക് കിട്ടും, 95 മാർക്ക് കിട്ടും. രഞ്ജിത്തിന് 95 മാർക്ക്, ഗ്രേഡ് A വന്നു. ഇനി അടുത്ത ആൾക്ക് നമുക്ക് എന്ത് ചെയ്തു, ഒരു 82 മാർക്ക് കൊടുക്കാം. 82 മാർക്ക്. അപ്പോൾ അയാൾ ഇത് ഗ്രേഡ് B എന്ന് വന്നു. കാരണം 80 മുകളിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേഡ് B എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ആൾക്ക് ഒരു 51 മാർക്ക് കൊടുക്കാം. നമുക്ക് 51 മാർക്ക് കൊടുത്തപ്പോൾ ഗ്രേഡ് E എന്ന് വന്നു. കണ്ടോ, ഇങ്ങനെ നമുക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം. ഇനി നമുക്കൊരു 75 കൊടുക്കാം. 75 മാർക്ക് കൊടുത്തു. 75 മാർക്ക് കൊടുക്കുമ്പോൾ ഗ്രേഡ് C എന്ന് വന്നു. ഇതാണ് നമുക്ക് ഈ നെസ്റ്റഡ് ഇഫ് വെച്ചിട്ട് നമുക്ക് എത്ര കണ്ടീഷൻ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. നെസ്റ്റഡ് ഇഫ്, ഒരു ഇഫിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇഫുകൾ കൊടുത്തിട്ട് നമ്മളത് എക്സിക്യൂട്ട് ചെയ്യാൻ പറയണം. ഇത് നമുക്ക് പല സാഹചര്യങ്ങൾക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് എക്സ്പയർ ചെയ്യാവുന്ന ഡേറ്റ്, അതിന് അലർട്ട് മെസ്സേജ്, അതുപോലെ തന്നെ ഇത്ര ഡേറ്റ് ബാക്കിയുള്ളൂ, ഇത്ര ദിവസമേ ബാക്കിയുള്ളൂ, നമ്മുടെ ഡോക്യുമെൻ്റ് റിന്യൂ ചെയ്യാൻ ഇത്ര ദിവസമേ ബാക്കിയുള്ളൂ എന്നുള്ളതൊക്കെ നമുക്ക് ഡിസ്പ്ലേ ചെയ്യിക്കാം. ഓക്കെ, ഇനി നമുക്ക് ടുഡേ എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കൂടി ഉണ്ട്, അതൊന്നും കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ടുഡേ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് വെച്ചെങ്കിൽ ഇന്നത്തെ ഡേറ്റ്, കറണ്ട് ദിവസത്തെ, ഇന്നത്തെ ദിവസം, ഈ ടുഡേ ഡേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ ടുഡേ ഇന്നത്തെ ഡേറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ടുഡേ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നത്. അത് ഇതുപോലെ തന്നെ ഈക്വൽ ടു ഇട്ട് കൊടുക്കാം, കോമ ടുഡേ എന്നടിക്കാം. ടുഡേ എന്നടിക്കുമ്പോൾ തന്നെ അവിടെ കാണിക്കും. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. കണ്ടോ, അവിടെ ഇന്നത്തെ ഡേറ്റ് വന്നു 20/1/2024. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ, ഇതാണ് ടുഡേ ഫംഗ്ഷൻ്റെ ഉപയോഗം. ഇന്നത്തെ ഡേറ്റ് ഇത് നമ്മൾ നാളെ ഓപ്പൺ ചെയ്യുകയാണ്. ഈ വർക്ക്ഷീറ്റ് സേവ് ചെയ്തതിന് ശേഷം നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ഈ സെല്ലിൽ നാളത്തെ ഡേറ്റ് ആവും കാണിക്കുക. ഓട്ടോമാറ്റിക്കായിട്ട് നാളത്തെ ഡേറ്റ് കാണിക്കും. നമ്മൾ എന്താണോ ഓപ്പൺ ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ്. ഇനി നമുക്ക് ഇന്ന് തന്നെ നാളത്തെ ഡേറ്റ് കാണണം എന്നുണ്ടെങ്കിൽ കണ്ട, നമ്മൾ ഇന്നിപ്പോൾ നാളത്തെ ഡേറ്റ് നമുക്ക് ഇവിടെ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ ടുഡേ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് +1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നാളത്തെ ഡേറ്റ് കാണിക്കും. ഇനിയിപ്പോൾ നാളെ ഇത് തുറക്കാമെന്ന് വിചാരിച്ചോളൂ. നാളെ തുറക്കുമ്പോൾ നാളത്തെ ഡേറ്റ് അല്ല കാണിക്കുക, ഈ +1 കൊടുത്തത് കൊണ്ട് നമുക്ക് അടുത്ത ദിവസത്തെ ഡേറ്റാണ് കാണിക്കുക. ഇനി നമുക്ക് തലേ ദിവസത്തെ ഡേറ്റ് വേണമെച്ചെങ്കിൽ ഈ പ്ലസിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതെന്താവും, 19 ഇന്നലത്തെ ഡേറ്റ് കാണിക്കും. ഓക്കെ, ഇനിയിപ്പോൾ ഇത് നാളെ തുറക്കുകയാണെങ്കിൽ ഈ ഇതിൽ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്നത്തെ ഡേറ്റാണ് കാണിക്കുക. നാളെ തുറക്കുമ്പോൾ ഇന്നത്തെ ഡേറ്റ്. അതാണ് ടുഡേ ഫംഗ്ഷൻ്റെ ഉപയോഗം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.